ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു പേഴ്സണിൻ്റെ ഇമോഷൻസും കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ളതും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ്ങുമാണ്, ഒരു ജനറൽലെസ് റീഡിങ്ങുമാണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് യോഗ TTC പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ കാർഡ്സിൻ്റെ എനർജി വെച്ച് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വലിയ കുഴപ്പമില്ലാതൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളാണ് കൂടുതൽ സ്നേഹങ്ങളും കൂടുതൽ കരുതലും കെയറിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്നറിയാം, എങ്കിലും ഒരു ചെറിയൊരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ കാണിച്ചിട്ടുണ്ട്. അതിഷ്ടം ഇല്ലാത്തതിനല്ല, നിങ്ങൾക്ക് പറയാം എന്തൊക്കെയോ ഒരു ഓപ്പണായിട്ടൊന്നും സംസാരിക്കുന്നില്ല, എവിടേക്കോ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, അതല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല രീതിയിലൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അയാളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻറ്റ് റിലീജിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലി ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പ്രതീക്ഷ തന്നിട്ട് ഒന്നും നടത്തുന്നില്ല എങ്കിൽ അപ്പോൾ അതൊക്കെ അയാളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തത്. ആൾക്കറിയാം നിങ്ങൾ കൊടുക്കുന്ന കെയറിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് തരാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ സാഹചര്യം കൊണ്ടാണ് ആ ഒരു പേഴ്സൺ ബാക്കിലോട്ട് മാറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ളതും വളരെ സ്നേഹം നിറഞ്ഞതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ റിലേഷൻഷിപ്പിൽ, അതിനയാൾ പ്രോപ്പറായിട്ട് നിങ്ങളോട് തിരിച്ചും കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് അയാൾക്ക് ഒരുപാട് ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി എന്താ പറയുക, അയാൾ ഉള്ളിൽ ആ ഒരു വിഷമം കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്. കാരണം അയാൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് അയാൾ വിചാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട രീതിയിൽ അയാൾക്ക് എക്സ്പ്രസ് ചെയ്ത് പുറത്തോട്ട് തരാൻ പറ്റുന്നില്ല. കാരണം അയാൾ എന്തൊക്കെയോ പുറത്തോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ പേഴ്സൺ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടൊരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് കാണിക്കുന്നതിനർത്ഥം അയാൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെന്നല്ല. അയാളുടെ ഉള്ളിൽ വളരെ പ്യുവറായിട്ടുള്ളൊരു സ്നേഹവും ഒരു എന്താ പറയുക, ഒരു കടൽ പോലുള്ളൊരു സ്നേഹം ഉണ്ട് അയാളുടെ ഉള്ളിൽ. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളോട് പറയാത്തതും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇഷ്ടമാണ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പിയറൻസ്, അതായത് നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ചിരിക്കുന്നത്, അതായത് ഓരോ ഹ്യൂമൻ ബീങ്സിനും നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ ഓരോ ആംഗിളിലാണല്ലോ കാണുന്നത്. ആ രീതിയിലൊക്കെ ആ ഒരു വ്യക്തി നിങ്ങളെ എപ്പോഴും നിങ്ങളെപ്പറ്റി ഓർക്കാറുണ്ട്. നിങ്ങളുടെ സൗണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ സൗണ്ടിനെ പറ്റിയും ഹെയറിനെ പറ്റിയും കണ്ണുകളെയൊക്കെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, അല്ലെങ്കിൽ ഉള്ളിൽ ഉണ്ട്, അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റി എപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഭയങ്കര കംഫർട്ട് സോണാണ് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഭയങ്കര പീസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വളരെ സമാധാനവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു പ്രസൻസിൽ ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നൊക്കെയുണ്ട്. ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെ അയാൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസും, അതായത് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അയാൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു പീസും ഒക്കെ അയാൾ നഷ്ടപ്പെടുത്തിയെന്ന് ആ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സിൻ്റെ അതും അത് തന്നെയാണ് പറയുന്നത്. വളരെ ഇമോഷണൽ മെച്യൂരിറ്റിയും അതുപോലെ തന്നെ ഇമോഷണൽ പെയിൻ്റെയൊക്കെ ഉള്ളൊരു കാർഡാണ് നമുക്കിപ്പോൾ
ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തുറന്ന് പറയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ബാക്കിലോട്ടൊരു വലിച്ചിലുള്ളതും പ്രോപ്പറായിട്ട് വേർഡ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അയാൾക്ക് പറ്റാത്തതിലേക്കാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുത്തിയും നിങ്ങളുടെ ആ ഒരു കെയറും സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ നഷ്ടപ്പെടുത്തിയതിലൊക്കെ മൊത്തത്തിൽ ആ ഒരു പേഴ്സൺ എന്താ പറയുക, വല്ലാത്തൊരു വിഷമത്തിലാണിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ എനർജി ആ ഒരു പേഴ്സൻ്റെ അങ്ങനത്തെയാണ്. അല്ല, ഈ ഒരു പേഴ്സണ് നിങ്ങളെ പറ്റിയുള്ള എന്താ പറയുക, നിങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ വർത്തമാനം പറയുമ്പോഴും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വേർഡ്സും നിങ്ങളുടെ ഓരോ ചിരികളും ഓരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓരോ വേർഡ്സും നിങ്ങളുടെ മെസ്സേജസും നിങ്ങളുടെ കോൾ ഹിസ്റ്ററിയും നിങ്ങളുടെ വോയിസ് റെക്കോർഡ്സും എല്ലാം അയാൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അയച്ചാൽ തന്നെ നിങ്ങൾ ഓർക്കും നിങ്ങളുടെ മെസ്സേജെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഗൂഗിൾ സ്റ്റോറിയിലോ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അയാൾ നിങ്ങളെ മിസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അയാൾ അതൊക്കെ വോയിസും അങ്ങ് നിങ്ങൾ തമ്മിലുള്ള സ്പെൻഡ് ചെയ്ത ആ മെമ്മറീസും അതേപോലെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ അതൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ശരിക്കും ആൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആ രീതിയിലൊക്കെ അയാൾ അടുത്ത് കൊണ്ടുവരാൻ, നിങ്ങളുടെ മെമ്മറീസ് അയാളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വോയിസും ഈവൻ ചാറ്റ് ഹിസ്റ്ററി പോലും അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടല്ല, കോൾ ഹിസ്റ്ററി പോലും അത്രയ്ക്ക് അയാൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതേ ടൈപ്പ് ഒരു എനർജിയാണ്. കാരണം വെച്ചാൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ, അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുമോ, അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ, എന്തെങ്കിലും സൗണ്ട് കേൾക്കാൻ പറ്റുമോ, അങ്ങനത്തെയൊക്കെ ടൈപ്പ് ഓഫ് ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണിത്, നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും അയാൾ അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങളെ മിസ് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു പേഴ്സൺ അതിൽ കൂടെ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള എനർജിയിൽ കാർഡ്സിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇയാൾ എത്രയും ഡിസ്റ്റൻസും അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങളോട് കംപ്ലീറ്റ്ലി ഒരു അകൽച്ചയല്ല എങ്കിലും ഒരു പ്രോപ്പറായിട്ട് നോർമൽ രീതിയിലൊന്ന് സംസാരിക്കുകയും ഒക്കെ ഒരു ബാക്കിലോട്ട് വലിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതെന്ന് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും കേസിൽ അതൊരു റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, ഒരു പേഴ്സൺ ആവണമെന്നില്ല, ഐ മീൻ ഒരു ലവ് റിലേഷൻ ആവണമെന്നില്ല. ചിലർക്ക് അതൊരു ജോബ് പ്രഷർ ആവാം, അല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റി ആവാം, അതല്ലെങ്കിൽ ഇമോഷണലി അവരൊരുപാട് തകർന്ന് അവരുടെ ജീവിതഭാരങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി ആവാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് നമ്മളോട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഏതുമാവാം. അപ്പം അതേപോലത്തെ എന്തോ ഒരു കാര്യം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഉണ്ട്, ലൈഫിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ബാക്കിലോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്. ഓരോ സമയത്തും നിങ്ങളെ മീറ്റ് ചെയ്യുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമാണ് അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം. അപ്പോൾ അയാൾ തിരിച്ച് വന്നിട്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ അയാളോട് തന്നെ ചോദിക്കും, എന്തിനാണ് എനിക്ക് ഇത്രയും കഷ്ടതകളും ബാധ്യതകളും ഒക്കെ തന്നത്, ഞാനും എൻ്റെ ലൈഫിൽ ഇതേപോലെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു മനസ്സമാധാനമായിട്ടുള്ളൊരു ലൈഫും ഒന്നും ഞാൻ ഡിസേർവ് ചെയ്യുന്നില്ലേ? അങ്ങനത്തെ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ എന്താണ്. അപ്പോൾ അതേപോലുള്ളൊരു ചോദ്യങ്ങളൊക്കെ അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. നിങ്ങളെ കണ്ട് കഴിഞ്ഞിട്ടും എപ്പോഴും അയാളുടെ മനസ്സിൽ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അതുപോലെ തന്നെ അറിയാം നിങ്ങളാണ് അവരുടെ സന്തോഷവും നിങ്ങളാണ് അവരുടെ ദുഃഖവും എല്ലാം എന്നവർക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പീസിനെ, അതായത് നിങ്ങളവർക്ക് തിരഞ്ഞെടുക്കാൻ അവരുടെ ലൈഫിൽ കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു ഭാരം ഉണ്ടല്ലോ, ആ ഒരു വേദനയുടെ ഭാരം, അത് അവരെ എന്താ പറയുക, അവരുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി എല്ലാം തന്നെ തകർക്കുന്ന രീതിയിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇഷ്ടമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളോടത് ഓപ്പൺ ചെയ്ത് പറയാൻ നിങ്ങളുടെ അവരുടെ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ കൂടെ കൂട്ടാൻ പറ്റുന്നില്ല എന്ന ആ ഒരു ഭാരത്തിലാണ് ആ ഒരു പേഴ്സൺ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ആ ഒരു പേഴ്സൻ്റെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യാറുണ്ട്. അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട്.
നിങ്ങൾ ഡിസ്റ്റൻസിലാണെങ്കിലും ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നിങ്ങളെപ്പറ്റി ഉള്ള ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ഫുൾ ഫിഗർ അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു പെർഫെക്റ്റ് ലൈഫ് അവരെപ്പോഴും സ്വപ്നം കാണുന്നുണ്ട്. ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടത്തില്ല എന്നറിയാമെങ്കിലും അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ലൈഫിന് വേണ്ടി അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും അതായത് നമ്മൾ എല്ലാ തരത്തിലും സ്റ്റേബിളായിട്ടുള്ളൊരു ലൈഫ്, ആ ഒരു ലൈഫ് അയാൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പാർട്ട്ണറായിട്ട് എപ്പോഴും കാണുന്നത് ചിലപ്പോൾ അയാൾക്കൊരു പാർട്ട്ണർ എപ്പോഴും ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല എന്നൊരു രീതിയിലുള്ള റിലേഷൻഷിപ്പായിരിക്കും. എങ്കിലും അയാളുടെ സ്വപ്നങ്ങളിൽ ആ ഒരു പെർഫെക്റ്റ് ലൈഫിൽ എപ്പോഴും ഒരു പാർട്ട്ണറായിട്ട് അയാൾ കാണുന്നത് നിങ്ങളെ തന്നെയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ മാത്രം ഇങ്ങനെ ഉള്ള ഒരു ഡ്രീമിലും ഒക്കെ ഉള്ളൊരു ഇതാണത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഇതാണ് വളരെ പ്യുവറായിട്ടുള്ള സ്നേഹം. ഒരിക്കലും ഒന്നിക്കാൻ പറ്റത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ വളരെ സിൻസിയറായിട്ടും വളരെ പ്യുവറായിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് എല്ലാത്തിനും നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ല. നമ്മൾ ഡിസ്റ്റൻസിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം, എങ്കിൽ മാത്രമേ അതൊരു പ്യുവറായിട്ടുള്ളൊരു സ്നേഹമാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അതായത് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ നമുക്ക് ഡിസ്റ്റൻസിൽ അവരുടെ നല്ലത് കണ്ട് നമ്മൾ ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിലോട്ട് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഒരു സ്നേഹത്തിൻ്റെ ഒരു ആംഗിളിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഇഷ്ടമാണ് ഇവിടെ ഉള്ളത് ആ ഒരു വ്യക്തിക്ക്. നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ലഭിക്കാത്ത സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസിലാണ്, അയാൾക്ക് സ്നേഹമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെ ഓപ്പണാണ്, അയാൾ ഓപ്പൺ അല്ല. അതൊക്കെ കൊണ്ട് തന്നെ അയാളൊരു തേർഡ് പാർട്ടിയുടെ കൂടെയോ അതല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ അയാളുടെ ലൈഫിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ കൂടെയൊക്കെ വേണമെങ്കിൽ അയാൾ പോയെന്ന് പറയാം. ഒരു ഇന്നർ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ഡിപ്രഷൻ മോഡിലാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അയാൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല. അയാൾക്ക് ഇപ്പോൾ അവരിപ്പോൾ കെയറിങ്ങിന് വന്നാൽ തന്നെ അയാൾക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ സ്നേഹത്തോടെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് അവരോട് അങ്ങനെ സംസാരിക്കാനും അവരുടെ ആ ഒരു വേർഡ്സൊക്കെ നിങ്ങൾ പറയുന്നതായിട്ടും നിങ്ങളുടെ ഫേസും നിങ്ങളുടെ മെമ്മറീസും ഒക്കെ തന്നെയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി, കൂടെയുള്ള എനർജിയോടെ ആൾക്ക് വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലോട്ടാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു നൈറ്റ് മെയർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്നതിന് തിരിച്ച് അതേപോലെ സ്നേഹിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്തിനാണ് ഇത്രയും അതായത് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ട് എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പിന്നെ ഒരു ആക്ഷനും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അയാൾ വളരെ ഭ്രാന്തമായിട്ട് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ ഒരു മരിച്ചൊരു അവസ്ഥയാണ് ആ ഒരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ പഴയ അഫെയർ ആയിരിക്കാം, എക്സ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളായിട്ട് സോളിലി നല്ല രീതിയിൽ കണക്ഷനുള്ളൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിലിപ്പോൾ കുറച്ചൊക്കെ ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല. അപ്പോൾ പഴയ മെമ്മറീസിലൊക്കെ ആണ് ജീവിക്കുന്നതെങ്കിൽ കൂടെയും ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളിപ്പോൾ പോയിട്ടിപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവാം, പക്ഷേ വർഷങ്ങളായെങ്കിലും സ്റ്റിൽ നിങ്ങളെ പറ്റിയുള്ള ആ ഒരു ഇമേജസും വോയിസും എല്ലാം ഈ ഒരു പേഴ്സൺ സേവ് ചെയ്ത് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് വല്ലാത്തൊരു എന്താ പറയുക ഗിൽറ്റി ഫീലിംഗ് ആണ് എപ്പോഴും ഉള്ളത്. ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൊക്കെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ ഹാർട്ട് ചക്രയിൽ ഭയങ്കര ബ്ലോക്കേജസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഹാർട്ടിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങളോടുള്ള പ്യുവർ സ്നേഹം, നിങ്ങളോടുള്ള ഇമോഷൻസ് എല്ലാം ഉണ്ട്, പക്ഷെ മറുഭാഗത്ത് അവരിപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവർ ഏത് റിയാലിറ്റിയിലാണ് അവർ ജീവിക്കുന്നത്, അവരുടെ കടമകൾ, ഫാമിലി, ജോബ്, അതൊന്നും അവർക്ക് വിടാനും പറ്റില്ല. മനസ്സിലായോ? ചിലപ്പോൾ ഒരു മാരീഡ് പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി അവരുടെ പാർട്ട്ണറുടെ ഫാമിലിയും ചിലപ്പോൾ ഫിനാൻഷ്യലി ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ആ ഒരു ഹെൽപ്പിലായിരിക്കാം ചിലപ്പോൾ ഇവർ ജീവിക്കുന്നത്. അത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് പറ്റാത്ത രീതിയിൽ നമ്മൾ ട്രാപ്പായി കിടക്കില്ലേ, അതേപോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഉള്ളത്. അതല്ലെങ്കിൽ ജോലിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ ഈ ജോലിയിൽ നിന്ന് ഉള്ളത് കൊണ്ട്
ചിലപ്പോൾ സാലറി കുറവ്, അങ്ങനെ ഭയങ്കര വല്ലാത്തൊരു ഇമോഷണൽ രീതിയിലാണ്. അതായത് അവർക്ക് ഒട്ടും നിങ്ങളെ വേണമെന്നുണ്ട്, പക്ഷേ ഇതൊന്നും കളഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതം കംപ്ലീറ്റ്ലി തകർന്നു. നിങ്ങൾ കൂടെ ഈ ഒരു ഡ്രാമയിലോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ ഓർത്തിട്ടൊക്കെയാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ നല്ല സ്റ്റേബിൾ ആയിരിക്കാം, നല്ല രീതിയിലൊക്കെ പോകുന്നൊരു ഫാമിലിയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതുമൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്രോബ്ലംസൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അയാളുടെ ഉള്ളിൽ എന്താ പറയുക ഡിസിഷൻ ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഒന്നിനെ വേണ്ടാന്ന് വെച്ചിട്ട് വേറൊന്നിന് പുറകെ പോകാനും പറ്റാത്ത ആ ഒരു സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ നിങ്ങളിലോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫാമിലി തന്നെ തകർന്നു പോകും. അപ്പോൾ അങ്ങനത്തേക്കൊരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ. ശരിക്കും പറഞ്ഞാൽ കടലിനും ചെകുത്താനും നടുക്ക് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പേഴ്സണ്. അപ്പോൾ അത്രയ്ക്ക് അയാൾ ഇമോഷണലി അത്രയ്ക്ക് അയാൾ അനുഭവിക്കുന്നുണ്ട് അയാളുടെ ലൈഫിൽ. ഇപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, ഇനി നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിതെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ്ലി നിയന്ത്രിച്ച് വളരെ കഷ്ടപ്പെട്ട് ഇമോഷൻസിനൊക്കെ വളരെ നിങ്ങളുടെ ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു എന്താണ് സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും സ്റ്റെബിലിറ്റിയും ഗ്രോത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോവുകയാണ്. വളരെ ഒരുപാട് സെൽഫ് ലവൊക്കെ കൊടുത്തു. ഇങ്ങനെയൊക്കെ പോയാലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു തേങ്ങലുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഈ ഒരു വ്യക്തി എൻ്റെ സ്നേഹം തിരിച്ചറിയുമോ, എന്നെ മനസ്സിലാക്കുമോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അത് ആ ഒരു എനർജി നിങ്ങളെപ്പോഴും ഇങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ മാറി, ഇപ്പോൾ ഇത്രയും വർഷമായില്ലേ, എനിക്ക് പ്രശ്നമില്ല, ഐ എം ഹാപ്പി. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഫാമിലി ആണോ, നിങ്ങൾ വേറെ ജോലിയിൽ പോയിട്ടുണ്ട്, നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ തന്നെ ആയിരിക്കും. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, അയാൾ എന്തെങ്കിലും എന്നെ മനസ്സിലാക്കുമോ, എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു തേങ്ങൽ എപ്പോഴും നിങ്ങളുടെ സോൾ എപ്പോഴും തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾ നിന്നാലും ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ കറണ്ട് എനർജി പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അയാളുടെ ലൈഫ് എപ്പോഴും അയാളുടെ ഇമോഷൻസും അയാളുടെ ഫീലിങ്സ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് തുറന്നിരിക്കുന്നത്. ഒരിക്കലും അയാൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ഫ്ലോ ആണ് അയാൾക്ക് നിങ്ങളിലോട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവരുടെ എന്താ പറയുക ഒരു നെഞ്ചിടിപ്പ് കൂടുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്താ പറയുക ഒരു ദിവസം പോലും നിങ്ങളെപ്പറ്റി ഓർക്കാത്ത ദിവസമില്ല. നിങ്ങളെ ഇപ്പോൾ നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്ത ആൾക്കാരും അതല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് കാമായിട്ട് തോന്നിയ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നമ്മൾ മൈൻഡിൽ കൊണ്ടുവന്ന് നമ്മൾ കാമാവാൻ നോക്കാറുണ്ട്. അപ്പോൾ അതേപോലെ അയാളുടെ ലൈഫിൽ ട്രബിളും കാര്യങ്ങളും നിങ്ങളെ മിസ് ചെയ്യുമ്പോഴൊക്കെ അയാൾ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ ടൈമിലോട്ട് കൂടെയൊക്കെ അയാൾ എപ്പോഴും പോവാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും തോന്നാറുണ്ട് അവരുടെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വളരെ കാമായി അവർക്കൊന്ന് ഓക്കെ ആയിട്ട് വരുവാണെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരിക്കൽ അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയണമെന്ന്. പക്ഷേ അവരിപ്പോൾ പറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്രയ്ക്ക് റെഡി ആയിട്ടില്ല, മനസ്സിലായി, അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയാൻ വേണ്ടി. പക്ഷേ ആ ഇഷ്ടം തുറന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ഇഷ്ടമില്ല എന്നല്ല, അവരുടെ ഇഷ്ടം അവർ കൺട്രോൾ ചെയ്ത് അടക്കി പിടിച്ചിരിക്കുകയാണ്. അതെന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ അടുത്ത് അവർ കംപ്ലീറ്റ് ആയിട്ടും വന്ന് പറയും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് വെച്ചാൽ അവർ ജീവിതത്തിൽ ഇപ്പോൾ വളരെ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക്, ഫാമിലി, അങ്ങനെയുള്ള കാര്യങ്ങൾ, കരിയർ, അങ്ങനെ ഉള്ള ജീവിതവുമായിട്ട് അവർ ബിസി ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ അങ്ങനെ വിശ്വസിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല്ല ഞാനിപ്പോൾ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഓക്കെ ആണ് എന്നൊക്കെ അവർ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നവരുടെ അടുത്തൊക്കെ അവർ അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടും അവർ പോയി ചെയ്യുന്ന എന്ത് വർക്കാണോ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ്. അത് അയാളെ ഭയങ്കരമായിട്ടും എന്താ പറയുക ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതൊരു വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രാക്ഷനായിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവർ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളെ വിളിക്കണം, നിങ്ങളോട് സംസാരിക്കണം, അങ്ങനത്തെ ഒരു, അതായത് എപ്പോഴും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളെ വേണം, നിങ്ങൾ അടുത്ത് ഉണ്ടാവണം, നിങ്ങൾ ഈ ഒരു നിമിഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല അവർക്ക് എന്തൊക്കെ
എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ വരുന്നത്, അങ്ങനത്തെയൊക്കെ ചിന്തകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് ഇനിയും തിരിച്ച് വരും. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒട്ടും ഫിനിഷ്ഡ് ആവാത്ത അൺഫിനിഷ്ഡ് ലവ് സ്റ്റോറിയാണ്. അപ്പോൾ സ്നേഹം സത്യമാണ് എങ്കിൽ ഏത് സാഹചര്യവും ഓവർകം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തോട്ട് വരും. അതായത് ഇപ്പോൾ അവരുള്ള ആ ഒരു അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഈ റീഡിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ, അതായത് അവരിനി അവരുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങളും അവരും വീണ്ടും കണ്ടുമുട്ടുമോ, അല്ലെങ്കിൽ ഈ ബന്ധം എങ്ങനെ ഫ്യൂച്ചറിൽ മാറും എന്നൊക്കെ നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ക്ലിക്ക് ചെയ്യേണ്ടതാണ്. മെമ്പേഴ്സിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു മൈ സോൾ ഫാമിലി.